ഡോക്ടർ അരുൺകുമാർ, തുള്ളിക്കൊരു കുടം എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കൊച്ചിയിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എം ജി റോഡിലാണ്. എം ജി റോഡിൽ വെള്ളക്കെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതായത് എറണാകുളം ജില്ലയിൽ ഒരു നഷ്ടപരിഹാര കേസ് മാത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സ്ഥലത്തിന് വിലയുള്ള ഒരു പ്രദേശമാണ് എം ജി റോഡ്. മഴയ്ക്കിപ്പോൾ വില കൂടുതലുള്ളത് കുറവുള്ളതൊന്നും ഇല്ലല്ലോ. എം ജി റോഡിൽ കനത്ത വെള്ളക്കെട്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ എന്തായോ എന്തോ. ഈ കാണുന്ന റോഡൊക്കെ മുങ്ങിക്കിടക്കുകയാണ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെയും സമാന അവസ്ഥ തന്നെയാണ്. ഒപ്പം പെരിയാറിലടക്കം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മുകളിൽ, അതായത് ഇടുക്കിയിലടക്കം മഴ ശക്തിപ്പെടുന്നതോടുകൂടി വെള്ളം താഴേക്ക് എത്തും. ഭൂതത്താൻകെട്ട് ഡാമിന് ഷട്ടറുകൾ നിലവിൽ തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം യഥാർത്ഥത്തിലുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ മലയോര മേഖലയിൽ കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മലയോരത്താണ് ഏറ്റവും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നത്. നഗരമേഖലകളിലും അതിൽ നിന്ന് വിഭിന്നമല്ല എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുതയായി തന്നെ എടുത്ത് പറയേണ്ട ഒരു സാഹചര്യം. ഒപ്പം തീരദേശത്തും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. മലയോരത്ത് ശക്തമായ മഴ, ശക്തമായ കാറ്റൊപ്പം മണ്ണിടിച്ചിൽ സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും മരങ്ങൾ കടപുഴകി വീണുമൊക്കെ കാര്യമായ അപകടങ്ങൾ വിവിധയിടങ്ങളിലുണ്ട്. അതുകൊണ്ട് ശക്തമായ ജാഗ്രത, യാത്ര ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ കാര്യമായ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് നൽകുന്നുണ്ട്.